ആര്യൻ ജിസൈൽ പ്രശ്നമാണ് ഇന്നലെ ലാലേട്ടൻ എടുത്തിട്ടത്. ആര്യൻ ജിസൈൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഫസ്റ്റ് അല്ല, ആദ്യത്തെ ആ ഒരാഴ്ചകളിൽ തന്നെ അനുമോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് ലാലേട്ടൻ ഭയങ്കരമായിട്ട് അനുമോളെ ഷൗട്ട് ചെയ്യുകയും അനുമോളെ ഒരുമാതിരി ടാർഗറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നി. പക്ഷേ ഇന്നലെ ലാലേട്ടൻ ഈ വിഷയം എടുത്തിടാനുള്ള കാരണം എനിക്ക് തോന്നുന്നത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഇതിനകത്ത് ഇപ്പൊ കണ്ടന്റ് വീഴുന്നില്ല എന്നുള്ള സത്യം. ഈ കഴിഞ്ഞ ഒരു വീക്ക് നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അനീഷും ആദിലയും കൂടെയുള്ള പ്രശ്നമാണ് മെയിനായിട്ട് നടന്നത്. പിന്നെ ടാസ്കിന്റെ കാര്യങ്ങളും. ടാസ്ക് നമുക്കറിയാം, അനു പറഞ്ഞതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അനീഷ് നിൽക്കുക ചെയ്തു. പക്ഷെ അനു പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ഇപ്പോൾ ഏതൊരു കമ്പനിയുടെ ആണെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൊണ്ടൊരു അപ്രൂവൽ എടുക്കാൻ നേരത്ത് തീർച്ചയായിട്ടും അതിനകത്തൊരു മുടി കണ്ടു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ റിജക്റ്റ് ചെയ്യും. അനു ആ ഒരു റോള് നല്ല ശരിയായിട്ട് തന്നെ അവതരിപ്പിച്ചെന്ന് തന്നെയാണ് പറയാം എനിക്കുള്ളൊരു അഭിപ്രായം. അതുപോലെ തന്നെ ആര്യൻ ജിസൈൽ വിഷയം ഇന്നലെ എടുത്തിട്ട് തന്നെ ശരിക്കും ആര്യൻ ജിസൈൽ വിഷയം ആദ്യത്തെ ആഴ്ചകളിൽ ഒന്നും സംസാരിക്കാതെ ഇന്നലെ എടുത്തിട്ടത് ഈ കണ്ടന്റിന്റെ കാര്യങ്ങൾ തന്നെയാണ്. ഒരു കണ്ടന്റും കഴിഞ്ഞ ഒരു ആഴ്ച കിട്ടിയിട്ടേ ഇല്ല. ആകെ കിട്ടിയത് ആദില അനീഷ് പ്രശ്നമാണ്. ആദില അനീഷ് പ്രശ്നത്തിൽ അവരെ ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ഭയങ്കര ബോണ്ടിങ് ഒക്കെ ആയി. അതവിടെ നിൽക്കട്ടെ. ഇന്നലെ ആര്യൻ ജിസൈൽ പ്രശ്നം എടുത്തിട്ട് അതിനകത്ത് ഒനിയലും അഭിലാഷും ബിന്നിയൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ലാലേട്ടൻ ഇന്നലെ അല്ലെങ്കിൽ ബിഗ് ബോസ് ഇന്നലെ അത് കാണിച്ചത് വലിയ കാര്യമായി. കാരണം ഇവരൊക്കെ ഡബിൾ സ്റ്റാൻഡിൽ നിന്ന ആൾക്കാരാണ്. അഭിലാഷാണെങ്കിലും ഒനിയലാണെങ്കിലും ബിന്നി ആണെങ്കിലും അവരുടെ പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കാൻ അനുമോളെ ഒരുപാട് ക്രൂശിക്കാൻ ചെയ്തവരാണ്. അവരൊക്കെ കൂടെ രഹസ്യമായിട്ട്, അന്ന് അനുമോള് പറഞ്ഞത് പരസ്യമായിട്ടായിരുന്നു, ഇവർ രഹസ്യമായിട്ടിരുന്ന് പറയുന്ന കാര്യങ്ങൾ എന്തായാലും ഇന്നലെ വെളിയിൽ കൊണ്ടുവന്നത് വലിയൊരു, അത് ബിഗ് ബോസിന് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് വന്നു. കാരണം ഇത് മറച്ചു വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ പേരിലൊന്നും അനുമോള് തന്നെ ക്രൂശിക്കപ്പെട്ടേനെ. പിന്നെ ആര്യൻ ജിസൈൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ ആദ്യം മുതലേ വന്നപ്പോൾ മുതലേ അവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്. കാരണം ഇവർ രണ്ടുപേരും നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന കുട്ടികളാണ്. ഒരുപക്ഷെ കുറച്ചുകൂടെ ഒരു ന്യൂജൻ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നവരായതുകൊണ്ടാവും അവരങ്ങനെ ഒരു ഇതായത്. പക്ഷെ പല സമയത്തും നമുക്ക് തോന്നിയിട്ടുണ്ട് ഇവർ തമ്മിൽ ഈ കാണിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള എന്തോ സംഭവം ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. കാരണം പരസ്പരം വാരി കൊടുക്കുക, അതൊക്കെ ഒരു, നമ്മൾക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിലോട്ട് ഇത് പല സമയങ്ങളിലും പോയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അതെടുത്തിട്ട് ഈ ആഴ്ച, അടുത്ത ആഴ്ച, അതായത് ഈ ആഴ്ചയൊക്കെ വളരെ പ്രശ്നമൊന്നുമില്ലാതെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അതൊരു മൂലയ്ക്കൊക്കെ ഒതുങ്ങി അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. അപ്പൊ നെക്സ്റ്റ് വീക്കിൽ നല്ലൊരു പൊട്ടിത്തെറി ഉണ്ടാകാനായിട്ടാണ് ഇത് എടുത്തിട്ടിരിക്കുന്നത്. കാരണം ബിന്നി ജിസൈലും കൂടെ ഓൾറെഡി ഒരു കുറച്ച് ഇഷ്യൂസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ കട്ടെടുക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ കിച്ചണിൽ കയറിയിട്ട് അധികാരം കാണിക്കുന്നതിനെ കുറിച്ചോ ഒക്കെ. അപ്പൊ അടുത്ത ആഴ്ച തീർച്ചയായിട്ടും ആര്യനും അക്ബറുമായിട്ട് ഉടക്കുണ്ടാകും, ആര്യനും അഭിലാഷുമായിട്ട് ഉടക്കുണ്ടാകും, ആര്യനും ഒനിയലുമായിട്ട് ഉടക്കുണ്ടാകും, അക്ബറും ഒനിയലുമായിട്ട് പ്രശ്നമുണ്ടാകും. അതുപോലെ തന്നെ ജിസയിലും ബിന്നിയായിട്ടുള്ള പ്രശ്നം മൂർച്ഛിക്കും. ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് ഇന്നലെ ഈ ഒരു സംഭവം എടുത്തിട്ടിരിക്കുന്നത്. കാരണം ഇനിയുള്ള അങ്ങോട്ടുള്ള വീക്ക് എന്ന് പറഞ്ഞാൽ പ്രൊവോക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വന്ന് ആരെങ്കിലും ഒക്കെ ഔട്ടാകും. കുറെ കണ്ടന്റുകൾ കൂടുതൽ കിട്ടണം. ഇതിലെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസവും നമ്മൾ ഈ ഒരു സീസൺ നോക്കിയാൽ ഇത്രയും ദിവസങ്ങളിലും അടിയല്ലാണ്ട് ഇവിടെ മറ്റൊരു കണ്ടന്റ് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അതെങ്കിലും കാണാൻ പ്രേക്ഷകരുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയും കൂടി ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് ഇവരിത് എടുത്തിട്ടേക്കുന്നത്. ഈ വരുന്ന ആഴ്ചയിൽ ലൈവിന്റെ അപ്ഡേറ്റ് തരാം. ഭയങ്കര പ്രശ്നം ഉണ്ടാകുമെന്ന് യാതൊരു തർക്കവും ഇല്ല നമുക്ക്. എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം.